ക്രൈം ഹൊറർ ത്രില്ലർ മൂവി ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ടോപ്പ് 10-ൽ വരുന്ന എക്കാലത്തെ മികച്ച മൂവിയാണ് 1997 ബ്രാഡ് പിറ്റ് നായകനായിട്ടുള്ള സെവൻ ഡെഡ്ലി സിൻസ്, അതായത് 7 മാരക പാപങ്ങൾ. ഈ ഡെഡ്ലി സിൻസ് ഇൻസ്പയർഡ് ആയിട്ട് ഒരു സീരിയൽ കില്ലർ നഗരത്തിൽ 7 മൃഗീയ കൊലപാതകങ്ങൾ നടത്തുകയാണ്. ഈ ഒരു 7 പാപങ്ങളെയും കണക്ട് ചെയ്തിട്ടുള്ളവരാണ് അയാളുടെ വിക്ടിംസും. ഈ ഒരു സീരിയൽ കില്ലിംഗ് കേസിന്റെ അന്വേഷണം നടത്തുന്നവരാണ് ഡിറ്റക്റ്റീവായിട്ടുള്ള ബ്രാഡ് പിറ്റും മോർഗൻ ഫ്രീമാനും. അവരുടെ അന്വേഷണത്തിന്റെ ഒടുവിലാവട്ടെ അവർ ആ ഒരു സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ കഥയിലെ ആ ഒരു ട്വിസ്റ്റും ടേണും എന്ന് പറയുന്നത് ഇവിടെ വെച്ചല്ല. അയാൾ നടത്തിയ അവസാനത്തെ കൊലപാതകത്തിലാണ് ആ ഒരു ട്വിസ്റ്റ് ഉള്ളത്. ആക്ച്വലി ഈ ഒരു മൂവി കണ്ട അവസാന ഭാഗം എത്തിയപ്പോൾ കഥയിലെ നായകനായിട്ടുള്ള ബ്രാഡ് പിറ്റിനെ പോലെ തന്നെ ഞാനും ഈ ഒരു കഥയുടെ അവസാനം കേട്ട് ഷോക്കായിപ്പോയി. കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിരുന്നു അവസാന ഭാഗത്തുണ്ടായിരുന്നത്. ഫൈറ്റ് ക്ലബിന്റെയും സോഡിയക് സൈനിന്റെയും ഡയറക്ടറായിട്ടുള്ള ഡേവിഡ് ഫിഞ്ചർ തന്നെയാണ് ഈ ഒരു പടവും ഡയറക്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയേണ്ടതില്ല. മൂവിയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് ഒരു ക്രൈം സീനാണ്. ക്രൈം സീനിലേക്ക് ഡിറ്റക്റ്റീവും ഈ ഒരു മൂവിയിലെ നായകനുമായിട്ടുള്ള ഡേവിഡും വില്യമും എത്തുകയാണ്. രണ്ടുപേരും ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റിലെ ഡിറ്റക്റ്റീവ്സ് ആണ്. ആക്ച്വലി ഡേവിഡ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ട് അധികം നാളായിട്ടില്ല. രണ്ടുപേരും അങ്ങനെ ക്രൈം സീനിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് വെടികൊണ്ട് മരണപ്പെട്ട് കിടക്കുന്ന ഒരാളെയാണ്. മരണപ്പെട്ട ആളുടെ നെയ്ബേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാകട്ടെ 2 മണിക്കൂറോളം അയാളും അയാളുടെ ഭാര്യയും അവിടെ നല്ലൊരു തർക്കത്തിലായിരുന്നു എന്നായിരുന്നു. അപ്പോൾ മിക്കവാറും ആ ഒരു ചൂടേറിയ തർക്കത്തിൽ നടന്ന ഒരു കയ്യബദ്ധത്തിൽ വന്ന ഒരു കൊലപാതകമായിരിക്കും. അങ്ങനെ രണ്ടുപേരും ഇങ്ങനൊരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിലെ അന്വേഷണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വില്യം ഡേവിഡിനോട് ഒരു കാര്യം ചോദിച്ചു. അതുമാത്രമല്ല, അധികം നാളും കൂടി ഞാനിനിയും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവില്ല, ഞാൻ റിട്ടയർ ആകുമെന്നും കൂടി വില്യം ഡേവിഡിനോട് പറയുകയാണ്. ഡേവിഡ് ആകട്ടെ ഹോമിസൈഡിൽ നിന്ന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നത് തന്റെ കഴിവ് ഇതിൽ തെളിയിക്കാനായിട്ടാണ്. തനിക്ക് കൂടുതൽ താല്പര്യമുള്ള വിഷയം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടികൾ തന്നെയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഡേവിഡ് വില്യമിനോട് പറഞ്ഞു. ഏതായാലും അടുത്ത 7 ദിവസത്തേക്ക് ഡേവിഡ് തനിക്കിനി എൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് വില്യം ഡേവിഡിനോട് പറയുകയാണ്. അങ്ങനെ തൊട്ടടുത്ത ദിവസം രാവിലെ ഡേവിഡ് ഒരു എമർജൻസി കോൾ കേട്ടാണ് ഞെട്ടി എണീറ്റത്. ഡേവിഡിന്റെ കൂടെ തന്നെ ആകട്ടെ അവന്റെ ഭാര്യ ട്രേസിയും കൂടെ കിടപ്പുണ്ടായിരുന്നു. നഗരത്തിൽ മറ്റൊരു ക്രൈം കൂടെ നടന്നിരിക്കുന്നു. അപ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അതിന്റെ അന്വേഷണം നടത്താനുമായിട്ട് വില്യമായിരുന്നു ഡേവിഡിനെ വിളിച്ചത്. അങ്ങനെ ക്രൈം സീനിലേക്ക് ഡേവിഡ് ചെല്ലുകയാണ്. അവിടെ ഡേവിഡ് ചെല്ലുമ്പോൾ കാണുന്നത് വില്യമിനെയാണ്. മരണപ്പെട്ട ആ ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് ചെന്നിട്ട് ഡേവിഡ് അയാൾ മരിച്ചു എന്ന് ചോദിച്ചത് കേട്ടപ്പോൾ അത് പരിശോധിച്ചുകൊണ്ടിരുന്ന പോലീസുകാരനാകട്ടെ ഡേവിഡിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. കാരണം ക്രൈം സീനിലേക്ക് വിളിച്ചത് തന്നെ ഒരു മരണം നടന്നിട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ വിഡ്ഢിത്തം നിറഞ്ഞ ചോദിക്കരുതെന്ന് പറഞ്ഞാണ് ആ പോലീസുകാരൻ അവനെ വാൺ ചെയ്തത്. അങ്ങനെ ആ 2 ഡിറ്റക്റ്റീവ്സും ആ ഒരു അപ്പാർട്ട്മെന്റ് മുഴുവൻ പരിശോധിച്ചപ്പോൾ അതിൽ നിറയെ പാറ്റകളും പഴുതാരകളും അങ്ങനെ ജീവികൾ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അതായത് കുറച്ച് പഴക്കമേറിയ ഒരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അവിടെ ഒരു ടേബിളിന് മുകളിൽ ഒരു പ്ലേറ്റ് സ്പഗേറ്റിയിൽ തല മുക്കിവെച്ച രീതിയിലായിരുന്നു ആ ഒരു ബോഡി ഉണ്ടായിരുന്നത്. മരണപ്പെട്ട അയാളുടെ കാലും കൈയും 2 കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല, ആ ഒരു ടേബിളിന്റെ അടിയിൽ ഡേവിഡ് ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഒരു പാത്രം നിറയെ ഛർദിലായിരുന്നു. ഇത് കണ്ടപ്പോൾ ഡേവിഡിന് വല്ലാത്ത അറപ്പ് തോന്നിപ്പോയി. അതിൻ്റെ ഇടയിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഇടയിൽ ഡേവിഡ് ആവശ്യമില്ലാത്ത കുറെ കമന്റുകൾ പറയുന്നത് കേട്ട് വില്യം ഡേവിഡിനോട് അവിടുത്തെ നെയ്ബേഴ്സിനോട് പോയി സംസാരിക്കാനായിട്ട് പറഞ്ഞ് അവനെ മാറ്റി വിടുകയാണ്. അങ്ങനെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി കാറിൽ തിരികെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഡേവിഡ് വില്യമിനോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്തുകൂടായിരുന്നു. ഇനി റിട്ടയർ ചെയ്യാനായിട്ട് അധികം ദിവസങ്ങളില്ല. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. ഇതുപോലെ ചെറിയ ഗ്രൗണ്ട് വർക്കുകൾ മാത്രം ചെയ്തതിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് ഡേവിഡ് വില്യമിനോട് ചോദിച്ചു. എന്നാൽ അവന്റെ ആ ഒരു ചോദ്യം വില്യം വെറുതെ ചിരിച്ചു തള്ളുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ രണ്ടുപേരും ഡ്രൈവ് ചെയ്ത് ആ ഒരു മോർച്ചറിയിലേക്കാണ് ചെല്ലുന്നത്. മരണപ്പെട്ട ആ ഒരു വിക്ടിമിന്റെ ബോഡി ആ ഒരു ടേബിളിലേക്ക് എടുത്തു വെക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന 4 പേർ വളരെയധികമായിട്ട് കഷ്ടപ്പെടുകയാണ്. ടേബിളിലേക്ക് എടുത്തു വെച്ച് ഡോക്ടർ എക്സാമിനേഷൻ എല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു കാര്യം ഡേവിഡിനോടും വില്യമിനോടും തുറന്നു പറയുകയാണ്. ഈ ഒരു മനുഷ്യൻ മരണപ്പെടുന്നത് വരെ ആരോ ഫോഴ്സ് ചെയ്ത് ഇയാളെ കൊണ്ട് ഭക്ഷണം തീറ്റിക്കുകയായിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ്ലി കഴിച്ചത് കാരണം അയാളുടെ ഉള്ളിലുള്ള ഒരു ഇന്റേണൽ ബ്ലീഡിങ് കാരണമാണ് അയാൾ മരണപ്പെട്ടത്. അയാളുടെ തലയുടെ പുറകിൽ കുറെ മുറിവുകളുള്ള കാര്യം ഡോക്ടർ കണ്ടെത്തി അവരോട് പറയുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ വില്യം ഒരു കാര്യം പറയുകയാണ്. കില്ലർ വിക്ടിമിനെ ഒരു തോക്ക് ഉപയോഗിച്ച് കഴുത്തിനു പുറകെ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതിനൊക്കെ ശേഷം കണ്ടെത്തിയ റിപ്പോർട്ടുകളായിട്ട് പോലീസ് സ്റ്റേഷനിൽ അവിടെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് വില്യം ഡേവിഡ് ചെല്ലുകയാണ്. വില്യം അങ്ങനെ അവന്റെ കണ്ടെത്തലുകൾ എന്താണെന്ന് അവന്റെ ക്യാപ്റ്റനോട് പറയുകയാണ്. കില്ലർ 12 മണിക്കൂറോളം നേരത്തേക്ക് വിക്ടിമിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. അതിനുശേഷം വിക്ടിമിന്റെ നിറഞ്ഞ ആ വയറിലേക്ക് ആ ഒരു കില്ലർ തൊഴിക്കുകയാണ്. അങ്ങനെ വയറ് പൊട്ടിയാണ് ശരിക്കും അയാൾ മരണപ്പെട്ടത്. ഇത്രയും മൃഗീയമായിട്ടും അല്പം സൈക്കോ രീതിയിൽ കൊല്ലുന്ന ഇയാൾ ഉറപ്പായിട്ടും ഒരു സീരിയൽ കില്ലർ ആകാൻ സാധ്യതയുണ്ടെന്ന് വില്യം അവന്റെ ക്യാപ്റ്റനോട് പറഞ്ഞു.
ഇത്രയും കാര്യം കണ്ടെത്തിയത് അവൻ അവന്റെ ക്യാപ്റ്റനോട് പറഞ്ഞതിനു ശേഷം മറ്റൊരു കാര്യം കൂടി അയാളോട് പറയുകയാണ്. ഇത് തന്റെ അവസാന കേസാണ്, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് തന്റെ തലയിൽ ഇടലെന്ന് വില്യം അയാളോട് പറയുകയാണ്. മാത്രമല്ല ഈ ഒരു കേസ് അത് വേണേൽ ഡേവിഡിന്റെ കയ്യിലേക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് വില്യം അവന്റെ ക്യാപ്റ്റനോട് പറഞ്ഞു. ഇത് കേട്ട ക്യാപ്റ്റനാകട്ടെ മറ്റൊരു കേസിലേക്ക് റീഅസൈൻ ചെയ്തതുമില്ല, ഡേവിഡിനാകട്ടെ മറ്റൊരു കേസിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ്. ഇത് കേട്ടപാടെ തന്നെ ഡേവിഡിന് നന്നായിട്ട് ദേഷ്യമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ അടുത്ത ട്യൂസ്ഡേ അയക്കുകയാണ്. നഗരത്തിൽ മറ്റൊരു മരണം കൂടെ നടന്നു. അവരുടെ ആ ഒരു സിറ്റിയിലെ തന്നെ ഒരു ഡിഫൻസ് അറ്റോർണിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അവിടെ കൂടിയ മീഡിയനെ സമാധാനിപ്പിക്കാനായിട്ട് അവിടേക്ക് ഡിസ്ട്രിക്ട് അറ്റോർണി വരികയാണ്. ഇതേ സമയത്ത് തന്നെയാണ് ഡേവിഡ് ആ ഒരു ക്രൈം സീനിലേക്ക് വന്ന് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചത്. ഡേവിഡ് ആ ഒരു ക്രൈം സീൻ നന്നായിട്ട് പരിശോധിച്ചപ്പോൾ അവിടെ ഒരു കാർപ്പറ്റിൽ ചോര കൊണ്ട് ഗ്രീഡ് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല അതേ ചോര കൊണ്ട് തന്നെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു സ്ത്രീയുടെ പിക്ചറിൽ ഒരു ഗ്ലാസ് വരച്ചു വെച്ചിരിക്കുകയാണ്, അതായത് ഒരു കണ്ണാടി വരച്ചു വെച്ചിരിക്കുന്നു. ഇതേ സമയം പോലീസ് സ്റ്റേഷനിലാകട്ടെ ക്യാപ്റ്റനും വില്യമും ഇതേ കേസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മരണപ്പെട്ട ആ ഒരു ഡിസ്ട്രിക്ട് അറ്റോർണി അയാളുടെ വയറിൽ നിന്ന് കുറെ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ചില്ലുകുപ്പി പൊട്ടിച്ചിട്ട് അതിന്റെ ഗ്ലാസ് നിറയെ അയാളെ കൊണ്ട് തീറ്റിക്കുകയായിരുന്നു. അതിനുശേഷം വില്യം നേരെ ക്രൈം സീനിലേക്ക് ചെല്ലുകയാണ്. അവിടെ വന്ന ഉടനെ തന്നെ ക്രൈം സീനിലുണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജ് തുറന്നു നോക്കിയായിരുന്നു വില്യം. എന്നാൽ ഫ്രിഡ്ജ് തുറക്കുന്നതിന്റെ കൂടെ തന്നെയായിരുന്നു ആ ഒരു തറയിൽ, ആ ഫ്ലോറിൽ ചില പാടുകൾ അവൻ കണ്ടത്. ആ ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഗ്ലാസ് പീസസ് അതേ അളവിൽ തന്നെയായിരുന്നു ഫ്ലോറിൽ ഉണ്ടായിരുന്ന ആ ഒരു ഹോൾസും. ഇത് കണ്ടപ്പോൾ വില്യമിന് കാര്യമായിട്ട് എന്തോ സ്ട്രേഞ്ച് ആയിട്ട് കാര്യം തോന്നി. അതും കണ്ടുപിടിച്ച് ആ ഒരു ഫ്രിഡ്ജ് സ്ലൈഡ് ചെയ്ത് ആ വാതിലടച്ച് പുറകിലേക്ക് നോക്കിയപ്പോഴാണ് ഫ്രിഡ്ജിന്റെ പുറകിലായിട്ട് ആ ഒരു ഭിത്തിയിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. ഗ്ലട്ടണി എന്നൊരു വാക്കായിരുന്നു അതിൽ ഉപയോഗിച്ചത്. അതിന്റെ മലയാള അർത്ഥം എന്തെന്നാൽ അത്യാഗ്രഹം. ഈ ഒരു വാക്കും ഈ ഒരു ക്രൈം സീനുമായിട്ട് എന്താണ് ബന്ധമെന്ന് വില്യം തല പുകച്ച് ആലോചിക്കുകയായിരുന്നു. അതിന്റെ കൂടെ തന്നെ പാരഡൈസ് ലോസ്റ്റ് എന്ന പേരുള്ള ഒരു ബുക്കിലെ വാക്യവും അതിൽ എഴുതി വെച്ചിരുന്നു. അതായത് ദിസ് ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ്, അതായിരുന്നു അതിലുണ്ടായിരുന്നത്. വില്യം അങ്ങനെ അവന് കിട്ടിയ തെളിവുകളൊക്കെ ആയിട്ട് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനോടെല്ലാം അവൻ ആ ഒരു കേസുകളെ പറ്റി വിശദമായിട്ട് വിശദീകരിച്ചു. നമ്മളിപ്പോൾ തെളിയിക്കാൻ ശ്രമിക്കുന്ന ഈ 2 കേസുകൾ അതൊരു സീരിയൽ കില്ലിങ്ങിന്റെ ഭാഗമായിട്ട് വന്ന കേസാണ്. അതായത് ഈ കേസിൽ ഒരു സീരിയൽ കില്ലർ ഉണ്ട്. ആദ്യത്തെ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ആ ഒരു ആളുടെ ബോഡി അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഗ്ലട്ടണി എന്ന് പറയുന്ന ആ ഒരു വാക്ക്. ആദ്യത്തെ ആളുമായിട്ട് ബന്ധപ്പെട്ട് അത്യാഗ്രഹം തന്നെയാണ് ഇതിലുണ്ടായിരുന്നത്. രണ്ടാമത്തെ ആ ഒരു ക്രൈം സീനിൽ മരണപ്പെട്ട അറ്റോർണി, അയാളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് ഗ്രീഡ്. 2 വാക്കുകൾക്കും ഏറെക്കുറെ സെയിം അർത്ഥം തന്നെയാണ്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ വില്യമിനൊരു കാര്യം മനസ്സിലായി. സീരിയൽ കില്ലർ ആയിട്ടുള്ള അയാൾ നടത്താൻ പോകുന്നത് 7 ഡെഡ്ലി സിൻസ് ആണ്. അതായത് ആ ഒരു 7 ഡെഡ്ലി സിൻസുമായിട്ട് ബന്ധപ്പെട്ട കൊലപാതകമാണ് അയാൾ ഒരു നാട്ടിൽ നടത്താൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരാഴ്ചയിൽ ഓരോ ദിവസവും ഓരോരുത്തരെ അയാൾ കൊല്ലുമെന്ന് ചുരുക്കം. അങ്ങനെ സ്റ്റേഷന് ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വില്യം ആ ഒരു കേസിന്റെ ചുമതലയെല്ലാം ഡേവിഡിന് മൊത്തമായിട്ട് ഏൽപ്പിക്കുകയാണ്. വൈകിട്ടായപ്പോൾ വില്യം അവിടെ ഉണ്ടായിരുന്ന ഒരു പബ്ലിക് ലൈബ്രറിയിലേക്ക് കയറി ചെന്ന് അവിടെ കുറേ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. ദ കാനബറി ടെയിൽസ്, ദ ഡിവൈൻ കോമഡി, അങ്ങനെ കുറേയേറെ സീരിയൽ കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളാണ് അയാൾ അവിടെ ഇരുന്ന് വായിച്ചത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ചില ബുക്കുകളുടെ ലിസ്റ്റ് അത് എഴുതിയെടുത്തിട്ട് അതൊരു എൻവലപ്പിലാക്കിയിട്ട് വില്യം അത് ഡേവിഡിന്റെ ഡെസ്കിലേക്ക് വെക്കുകയായിരുന്നു. ഡേവിഡ് ആകട്ടെ ഇതേ സമയത്ത് ഈ 2 കേസുകളെ പറ്റിയും തല പുകഞ്ഞ് ആലോചിച്ച് അന്വേഷിക്കുകയായിരുന്നു. അതിന്റെ കൂടെ തന്നെയാണ് ഈ ബുക്കുകളെ പറ്റി വായിക്കാനായിട്ട് വില്യം അവനോട് പറഞ്ഞത്. അങ്ങനെ ബുധനാഴ്ചയായപ്പോൾ വില്യം പറഞ്ഞ ആ ഒരു ബുക്കുകൾ വായിച്ച് അത്യാവശ്യം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഡേവിഡ്. അങ്ങനെ ബുക്കും വായിച്ചിട്ട് അത് മനസ്സിലാകാതിരുന്നപ്പോഴാണ് ഒരു ഓഫീസർ ആ ബുക്കിന്റെ എല്ലാം ഒരു ക്ലിഫ് നോട്ട്സ് അവന് കൈമാറിയത്. അങ്ങനെ തിരികെ ഓഫീസിലേക്ക് കയറി ചെന്നപ്പോഴാണ് ഡേവിഡ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ഒരേ കേസ് ആയതുകൊണ്ട് വില്യമിന്റെ കൂടെ തന്നെ ഓഫീസ് ഷെയർ ചെയ്യണമെന്ന്. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഡേവിഡിന് വില്യമിനോട് കാര്യമായിട്ട് താല്പര്യമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡേവിഡിനെ അവന്റെ ഭാര്യ ട്രേസി വിളിച്ചത്. അങ്ങനെ കോൾ ചെയ്യുന്നതിനിടയിലാണ് ട്രേസി ഫോൺ വില്യമിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ ഡേവിഡിന്റെ ഭാര്യയായിട്ടുള്ള ട്രേസി ആ ഒരു ദിവസം രാത്രി വില്യമിനെ ഡിന്നറിന് ക്ഷണിക്കുകയാണ്. ആ ദിവസം വൈകിട്ട് വില്യം ഡേവിഡിന്റെ വീട്ടിൽ ഡിന്നറിന് ചെല്ലുകയാണ്. ഡിന്നറിന്റെ സമയത്ത് വില്യം അവരോട് കുറെ നേരം സംസാരിച്ചു. വീടിന്റെ തൊട്ടടുത്തുകൂടി ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ വീട് കുലുങ്ങുന്ന കാര്യത്തെ പറ്റിയൊക്കെ വില്യം കാര്യമായിട്ട് തന്നെ ഡേവിഡിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഡേവിഡും വില്യം ആ ഒരു കേസിനെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തത്. ഡേവിഡ് അങ്ങനെ അവൻ കണ്ടെത്തിയ ഒരു കാര്യം വില്യമിനോട് പറയുകയാണ്. ആ ഒരു സീരിയൽ കില്ലർ അറ്റോർണിയുടെ വീട്ടിൽ നുഴഞ്ഞു കയറിയത് ഫ്രൈഡേ വൈകിട്ടാണ്. ആ ഒരു എൻറ്റയർ വീക്കെൻഡും ആ ഒരു സീരിയൽ കില്ലർ അറ്റോർണിയെ അവിടെ ടോർച്ചർ ചെയ്യുകയായിരുന്നു. അതുമാത്രമല്ല വിക്ടിമിനെ കൊണ്ട് തന്നെ അവരുടെ മാംസം കത്തി ഉപയോഗിച്ച് മുറിച്ചെടുത്ത് ഒരു പൗണ്ട് സ്കെയിലിൽ അളന്നെടുക്കാൻ അയാൾ നിർബന്ധിക്കും. അതുമാത്രമല്ല ക്രൈം സീനിൽ കിട്ടിയ ഒരു പേപ്പർ കഷ്ണം അതിൽ മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന ആ ഒരു നോവലിലെ ഒരു കോട്ടും എഴുതി വെച്ചിട്ടുണ്ട്.
അങ്ങനെ മാംസം അല്ലെങ്കിൽ ആ ഒരു ഫ്ലഷ് മുറിച്ചതിന് ശേഷം പതിയെ പതിയാണ് ആ ഒരു വിക്ടിം ചോര വാർന്ന് മരിച്ചത്. അത് കഴിഞ്ഞ് ഡേവിഡ് എടുത്ത് കാണിക്കുന്നത് ക്രൈം സീനിൽ വെച്ച് കിട്ടിയ ഒരു സ്ത്രീയുടെ ഫോട്ടോയാണ്. അത് ആ ഒരു വിക്ടിമിന്റെ വൈഫായിരുന്നു. ഓൾറെഡി ആ ഒരു വൈഫിനെ ഒരു സേഫ് ഹൗസിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഒരു ഫോട്ടോയിൽ ആ ഒരു സ്ത്രീയുടെ മുഖത്ത് ചോര കൊണ്ട് ഒരു കണ്ണട വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവൾ കാണാത്ത എന്തോ ഉണ്ട്, അത് അവൾ ശരിക്കും കാണണമായിരുന്നു. അങ്ങനെ ഒരു അർത്ഥം വരുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഗ്ലാസ് ആ ഒരു സ്ത്രീയുടെ ഫോട്ടോയിൽ വരച്ചു വെച്ചത്. ഇതൊക്കെ കൂടെ നോക്കി വായിച്ചപ്പോൾ വില്യമിന് സീരിയൽ കില്ലർ പ്രീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഭാഷണം നടത്തുന്ന അങ്ങനെ ഒരാളായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അവൻ ഡേവിഡിനോട് പറയുകയാണ്. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ഇരുവരും ആ ഒരു ഫോട്ടോയിലുണ്ടായിരുന്ന ആ ഒരു സ്ത്രീയെ കാണാൻ ചെല്ലുകയാണ്. മരണപ്പെട്ട ആ ഒരു വിക്ടിമിന്റെ വൈഫാണ് ഈ ഒരു സ്ത്രീ. അങ്ങനെ ഫോട്ടോയും ആ ഒരു ക്രൈം സീനിലെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് ഇതിൽ നിന്ന് പെക്യുലറായിട്ട് എന്തെങ്കിലും കാര്യം കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഡേവിഡ് ആ ഒരു സ്ത്രീയോട് ചോദിച്ചു. അപ്പോഴാണ് ആ ഒരു സ്ത്രീ ഒരു കാര്യം നോട്ട് ചെയ്തത്. ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോ, അത് തലകുത്തിനെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ ഇരുവരും ഡേവിഡും വില്യവും ആ ഒരു ക്രൈം സീനിലേക്ക് ഓടി ചെല്ലുകയാണ്. ക്രൈം സീനിലുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ അതെടുത്ത് മാറ്റി നോക്കിയപ്പോൾ അതിൽ നിന്നൊന്നും കാണാൻ സാധിച്ചില്ല. ഭിത്തിയിലുമില്ല, ഫോട്ടോയിലും ഒന്നുമില്ല. എന്നാൽ ഭിത്തിയുടെ ആ ഒരു ഭാഗം ബ്രഷ് ഉപയോഗിച്ച് തുടച്ചപ്പോൾ അതിൽ ചില ഫിംഗർ പ്രിന്റ് വില്യം നോട്ടീസ് ചെയ്തു. ഡേവിഡും വില്യം അങ്ങനെ ആ ഒരു ഫിംഗർ പ്രിന്റ് എല്ലാം കളക്ട് ചെയ്ത് ഫോറൻസിക്കിന് അയച്ച് അത് ഡിറ്റക്ട് ചെയ്യുകയാണ്. അങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കുറെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് കുറച്ച് വാക്കുകൾ അവർക്ക് കാണാൻ സാധിച്ചത്. അതായത് ആ ഒരു ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ഹെൽപ്പ് മീ എന്ന വാക്കുകളായിരുന്നു അതുണ്ടാക്കിയത്. കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്തെന്നാൽ അതൊന്നും തന്നെ വിക്ടിംസിന്റെ ഫിംഗർ പ്രിന്റ് അല്ല. അവരുടെ DNA ആയിട്ട് മാച്ച് ചെയ്തപ്പോൾ അതൊട്ടും മാച്ച് ആയിട്ടില്ല. അങ്ങനെ പോലീസ് ആ ഒരു ഫിംഗർ പ്രിന്റ് ആരുടെയെന്ന് അന്വേഷിച്ചപ്പോഴാണ് വിക്ടർ എന്ന പേരുള്ള ഒരാളുടെയാണെന്ന് അവർ മനസ്സിലാക്കിയത്. അയാൾ യഥാർത്ഥത്തിൽ ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ സദേൺ ബാപ്റ്റിസ്റ്റ് എന്ന ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ കൂടെ തന്നെ അയാളുടെ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ ഒരു മെന്റൽ ഇൽനെസ് ഉണ്ടെന്നും അയാളുടെ ഹിസ്റ്ററിയിൽ അയാൾക്ക് ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഉടൻ തന്നെ അയാളെ അന്വേഷിച്ച് പോലീസുകാരെല്ലാം വെളിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ അയാൾ ആയിരിക്കില്ല ഈ ഒരു കേസിന്റെ കുറ്റവാളി എന്ന് വില്യം ഡേവിഡിനോട് പറയുകയായിരുന്നു. അങ്ങനെ അധികം സമയം വൈകാതെ തന്നെ പോലീസുകാരെല്ലാം വിക്ടറിന്റെ വീട് വളയുകയാണ്. വാതിലെല്ലാം തള്ളി തുറന്ന് പോലീസുകാർ അങ്ങനെ ആ ഒരു അപ്പാർട്ട്മെന്റ് പരിശോധിക്കുകയാണ്. അതത്ര വൃത്തിയുള്ള ഒരു അപ്പാർട്ട്മെന്റ് അല്ലായിരുന്നു. മാത്രമല്ല, ആ മുറിയിലുണ്ടായിരുന്ന ആ ഒരു ദുർഗന്ധം മാറാനായിട്ട് കുറേയേറെ റൂം ഫ്രഷ്നറുകൾ ആ ഒരു സീലിംഗിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാരും ഇൻവെസ്റ്റിഗേറ്റേഴ്സും ആ ഒരു അകത്തെ മുറിയിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ആരുടെയോ ഒരാളുടെ ബോഡി ആ ഒരു ബെഡിൽ മൂടിയിട്ടിരിക്കുന്നതാണ്. ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റി നോക്കിയപ്പോൾ കാണുന്നത് ഒരാളുടെ ഡെഡ് ബോഡി ആയിരുന്നു. അവർ അന്വേഷിച്ചു വന്ന ആ ഒരു വിക്ടറിന്റെ ബോഡി ആയിരുന്നു അത്. ഒരു സ്കെലറ്റൽ സ്റ്റേറ്റിലായിരിക്കുന്ന ആ ഒരു ബോഡി കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി മരണപ്പെട്ടിട്ട് കുറച്ച് നാളായെന്ന്. അതിന്റെ കൂടെ തന്നെ ബെഡിന്റെ തൊട്ടു മുകളിലുള്ള ഭിത്തിയിൽ സ്ലോത്ത് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് ആ ഒരു 7 ഡെഡ്ലി സിൻസ് ഉണ്ടല്ലോ, അതിൽ ഒന്നിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാണ് ആ ഒരു സ്ലോത്ത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് ഡേവിഡ് തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് മരിച്ച ആ ഒരു വിക്ടറിന്റെ പല സമയത്തുള്ള ഫോട്ടോകളാണ്. ഈ ഒരു സമയത്ത് മരിച്ച വിക്ടറിന്റെ ബോഡിയുടെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ വന്നപ്പോഴാണ് മരിച്ചുവെന്ന് എല്ലാവരും വിചാരിച്ച വിക്ടർ പെട്ടെന്നൊന്ന് ചുമച്ചത്. അങ്ങനെ ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി വിക്ടറിന്റെ ആ ഒരു ബോഡിയായിട്ട് അവർ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഇതേ സമയം ആ ഒരു സ്ഥലമെല്ലാം ക്ലിയർ ചെയ്യുന്നതിന്റെ ഇടയിലാണ് വില്യമിന്റെയും ഡേവിഡിന്റെ അടുത്തേക്ക് ഒരു റിപ്പോർട്ടർ വന്നത്. അവരുടെ അനുവാദമില്ലാതെ അയാൾ പെട്ടെന്ന് രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഡേവിഡിന് അയാളുടെ ദേഷ്യമെന്ന് എന്തൊക്കെയോ പറഞ്ഞ് അയാളെ അടിച്ച് അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. ശേഷം രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് ചെന്ന് വിക്ടറിന്റെ അവസ്ഥയെപ്പറ്റി ഡോക്ടറിനോട് അന്വേഷിക്കുകയാണ്. ഏറെക്കുറെ 1 വർഷമായിട്ട് വിക്ടർ ആ ഒരു ബെഡിൽ നിന്ന് അനങ്ങിയിട്ടില്ല. അനങ്ങാത്തത് മൂലം മസിലും അയാളുടെ സ്പൈനിനും വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ചുരുക്കത്തിൽ അത് മൊത്തത്തിൽ നിർജീവമായിരിക്കുകയാണ്. അയാളുടെ ബോഡിയിൽ പല മെഡിസിനുകൾ ഉപയോഗിച്ചതിന്റെ അടയാളമുണ്ട്. അയാളുടെ ബ്രെയിനും ഏറെക്കുറെ നിന്ന അവസ്ഥയിൽ തന്നെയാണ്. എല്ലാത്തിലും ഉപരി അയാൾക്ക് നാക്കില്ല. അതുകൊണ്ട് തന്നെ അയാളെ ഇൻട്രോഗേറ്റ് ചെയ്യാനോ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ സാധിക്കത്തില്ലെന്ന് ഡോക്ടർ അവരോട് പറയുകയാണ്. എന്തായാലും വിക്ടർ ഒരു സീരിയൽ കില്ലർ അല്ലെന്ന് ഈ ഒരു കാര്യത്തിലൂടെയും അവന്റെ അവസ്ഥയിലൂടെയും അവർക്ക് മനസ്സിലായി. അങ്ങനെ ആ ദിവസം വൈകിട്ടായപ്പോൾ ഡേവിഡിന്റെ ഭാര്യയായിട്ടുള്ള ട്രീസി വില്യമിനെ കോൾ ചെയ്യുകയാണ്. ഈ ഒരു നഗരത്തിൽ തനിക്ക് പരിചയമുള്ള മറ്റാരുമില്ല, എനിക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് മറ്റാരെയും കാണാത്തത് കൊണ്ടാണ് വില്യമിനെ വിളിച്ചതെന്ന് ട്രീസി അവനോട് പറയുകയാണ്. അയാളോട് ചില കാര്യങ്ങൾ പറയാനായിട്ട് അയാളെ കണ്ട് സംസാരിക്കണമെന്ന് ട്രേസി വില്യമിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഫ്രൈഡേ രാവിലെ ഒരു റെസ്റ്റോറൻറ്റിൽ രണ്ടുപേരും മീറ്റ് ചെയ്യുകയാണ്. ട്രേസി അങ്ങനെ ഡേവിഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ വില്യമിനോട് തുറന്നു പറയാൻ തുടങ്ങി. ട്രേസിക്ക് ഈ ഒരു നഗരം വിട്ടു പോകണം, അവൾക്ക് ഈ നഗരം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ തൻ്റെ ഈ ഒരു അവസ്ഥ അതിപ്പോൾ ഡേവിഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കരിയറിനെ അത് നന്നായിട്ട് ബാധിക്കുമെന്ന് തനിക്ക് ബോധമുണ്ടെന്ന് ട്രേസി വില്യമിനോട് പറയുകയാണ്. മാത്രമല്ല താനിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് കൂടി ട്രേസി അവനോട് പറയുകയാണ്.
ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ മറുപടിയായിട്ട് വില്യം ട്രേസിയോട് ഒരു കാര്യം പറഞ്ഞു. ഇതിനു മുൻപും ഡേവിഡിനുണ്ടായിരുന്ന റിലേഷനിൽ അവന്റെ കാമുകി പ്രഗ്നന്റ് ആയെങ്കിലും അബോർട്ടായി പോയായിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ തന്നെ ട്രേസി മറ്റൊരു കാര്യമാണ് പറഞ്ഞത്. തനിക്കും കുട്ടികളെ വേണമെന്നും വളർത്തണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഒരു സിറ്റിയിൽ തന്റെ കുട്ടികളെ വളർത്താൻ അവൾക്ക് ആഗ്രഹമില്ലെന്നായിരുന്നു ട്രേസി വില്യമിനോട് പറഞ്ഞത്. ഏതായാലും താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം അത് ഡേവിഡിനോട് ഇപ്പോൾ തൽക്കാലത്തേക്ക് പറയേണ്ടെന്ന് വില്യം ട്രേസിനെ അഡ്വൈസ് ചെയ്യുകയാണ്. കാരണം കുട്ടിയെ വളർത്താൻ താല്പര്യമില്ലെങ്കിൽ അത് ഡേവിഡിനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടും നിങ്ങളുടെ റിലേഷൻ അതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകുമെന്ന് വില്യം അവളോട് പറയുകയാണ്. അവിടെ നിന്ന് വില്യം നേരെ ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ഡേവിഡിന്റെ കൂടെ ആ ഒരു കേസിന്റെ ക്ലൂസും കാര്യങ്ങളുമെല്ലാം രണ്ടുപേരും പരിശോധിക്കുകയായിരുന്നു. ക്ലൂ എല്ലാം കണ്ടു കഴിയുമ്പോൾ ആ ഒരു സീരിയൽ കില്ലർ സത്യം പറഞ്ഞാൽ ഒരു കിളി പോയ മനുഷ്യനാണെന്നാണ് ഡേവിഡ് പറയുന്നത്. എന്നാൽ വില്യം കണ്ടുപിടിച്ച കാര്യങ്ങൾ മറ്റൊന്നായിരുന്നു. അയാൾ ചെയ്ത ഈ ഒരു ക്രൈമിന്റെ ക്ലൂസ് എല്ലാം വെച്ച് ആ ഒരു സീരിയൽ കില്ലർ ഒരു മെത്തോഡിക്കൽ പേഴ്സൺ ആണ്. അത്രയും പറഞ്ഞിട്ട് വില്യം ഡേവിഡിനെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ഒരു പബ്ലിക് ലൈബ്രറിയിലേക്കാണ് പോയത്. ആ ഒരു 7 ഡെഡ്ലി സിൻസ് അതിനെപ്പറ്റി പറയുന്ന ആ ഒരു 7 ബുക്കുകളുടെ ലിസ്റ്റ് വില്യം ഡേവിഡിന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഉച്ചയായപ്പോൾ കഴിക്കാനായിട്ട് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ഒരു പിസ്സ പാർലറിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിന്റെ കയ്യിലേക്ക് ടേബിളിന്റെ അടിയിൽ കൂടെ വില്യം കുറച്ച് കാശ് കൊടുക്കുകയായിരുന്നു. എന്തോ റിസ്കി ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കൈക്കൂലിയായിരുന്നു വില്യം കൊടുത്തത്. യഥാർത്ഥത്തിൽ വില്യം എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഡേവിഡിന് മനസ്സിലായില്ല. അപ്പോഴാണ് ഡേവിഡ് ആ ഒരു കാര്യം തുറന്നു പറഞ്ഞത്. ഇപ്പോൾ ഞാൻ കൈക്കൂലി കൊടുത്ത അയാൾക്ക് ഈ ഒരു ലൈബ്രറിയിലെ ഡേറ്റകൾക്ക് ആക്സസ് ഉണ്ട്. ലൈബ്രറിയിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ ബുക്ക് എടുത്തെന്ന് അതിന്റെ എല്ലാ ലിസ്റ്റും അയാൾക്കറിയാം. ആ ഒരു ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു കൈക്കൂലി അയാൾക്ക് കൊടുത്തത്. നമ്മൾ കൊടുത്ത ആ ഒരു ബുക്കിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ലിസ്റ്റ് അനുസരിച്ച് ആ ബുക്കുകൾ എടുത്ത ആളുടെ പേര് ഇപ്പോൾ അയാൾ കൊണ്ടുവന്ന് തരുമെന്ന് വില്യം പറയുകയാണ്. ആ ബുക്ക് എടുത്ത ആളുടെ പേരും ലിസ്റ്റുമായിട്ട് അയാൾ വില്യമിന്റെ അടുത്തേക്ക് വരികയാണ്. പേര് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അയാളുടെ പേര് ജോൺ ഡോ എന്നാണെന്ന് അവർക്ക് മനസ്സിലായത്. എന്നാൽ അതൊരു ഫേക്ക് നെയിം ആണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ രണ്ടുപേരും ലൈബ്രറി കാർഡിൽ നിന്ന് കിട്ടിയ ആ ഒരു അഡ്രസ്സ് നോക്കി ആ ഒരു ലൊക്കേഷനിലേക്ക് ഇരുന്ന് ആ ഒരു വീട്ടിൽ ചെന്ന് വാതിൽ കൊട്ടുകയാണ്. എന്നാൽ പെട്ടെന്ന് ആരും വാതിൽ തുറന്നില്ലായിരുന്നു. അവർ അന്നേരം ആ ഒരു കൊറിഡോറിലേക്ക് നോക്കിയപ്പോഴാണ് അവർ അന്വേഷിച്ച ആ ഒരു ജോൺ ഡോ ആ ഒരു കൊറിഡോർ വഴി നടന്നു വരുന്നത്. എന്നാൽ ഡിറ്റക്റ്റീവ്സിനെ കണ്ടയുടനെ തന്നെ ജോൺ ഡോ അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അവർക്ക് നേരെ വെടി ഉതിർത്തു. വെടി കൊള്ളാതിരിക്കാനായിട്ട് രണ്ടുപേരും നിലത്തേക്ക് വീണു. ഈ ഒരു സമയം കൊണ്ട് ജോൺ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ജോണിന്റെ പുറകെ തന്നെ ഡേവിഡും അവന്റെ പുറകെ സ്റ്റെയർ വഴി താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്നാൽ ഡോൺ താഴെ നിന്ന് പലതവണ വെടിവെച്ചെങ്കിലും ഡേവിഡ് അതൊക്കെ ഒഴിഞ്ഞു മാറി കൊടുക്കുകയാണ്. താഴത്തെ നിലയിലേക്ക് ജോൺ ഓടി ചെന്നപ്പോളാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഭയന്ന് പറിച്ച് കാറാൻ തുടങ്ങി. ഡേവിഡ് ആകട്ടെ താഴേക്ക് ഇറങ്ങിച്ചെന്ന് ഒരുവിധം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം സുരക്ഷിതരാക്കിയിട്ട് ആ ഒരു ഫ്ലോറിലെങ്ങും അവൻ ജോണിനെ നോക്കി. അപ്പോഴാണ് അലർച്ചയോടെ ഒരു സ്ത്രീ ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് അവൻ ശ്രദ്ധിച്ചത്. ഡേവിഡ് അങ്ങനെ ഉടൻ തന്നെ ആ ഒരു മുറിയിലേക്ക് ഓടിച്ചെന്ന് കയറുകയാണ്. ഡേവിഡ് അകത്തുനിന്ന് മുറിയെല്ലാം പരിശോധിച്ചപ്പോഴാണ് ഒരു മുറിയുടെ ജനലിലൂടെ ജോൺ താഴേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടെന്ന് അവൻ മനസ്സിലാക്കിയത്. ജനലിലൂടെ വെളിയിലേക്ക് നോക്കിയപ്പോൾ ബിൽഡിങ്ങിന് താഴെയുള്ള ഒരു ഇടവഴിയിലൂടെ ജോൺ ഓടി രക്ഷപ്പെടുകയാണ്. അവനെ നോക്കി നിന്ന ഡേവിഡിന് നേരെയും ജോൺ വെടിവെക്കുകയാണ്. വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഡേവിഡും ആ ഒരു ജനൽ വഴി താഴേക്കിറങ്ങി ഒരു സൺഷെയ്ഡിലൂടെ ജോണിന്റെ പുറകെ തന്നെ വെച്ച് പിടിക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് ജോൺ ആരും അറിയാതെ മറ്റൊരു ബിൽഡിങ്ങിലേക്ക് ഓടി കയറുകയായിരുന്നു. എന്നാൽ ഡേവിഡ് അത് കണ്ടിരുന്നു. ഡേവിഡും അവന്റെ പുറകെ തന്നെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറി. വേച്ച് ഓടിക്കൊണ്ടിരുന്ന ജോണിന്റെ പുറകിൽ തന്നെ അവന്റെ ചോരപ്പാടുകളും ഉണ്ടായിരുന്നു. അതായത് അവന് ചെറുതായിട്ട് മുറിവേറ്റിട്ടുണ്ട്. അങ്ങനെ പല കോറിഡോറിലൂടെ ജോൺ ഓടുന്നു. ജോണിന്റെ പുറകെ തന്നെ ഡേവിഡും ഓടുന്നുണ്ട്. അങ്ങനെ ഒരു സമയമായപ്പോൾ ജോണും ആ ഒരു ബിൽഡിങ്ങിന്റെ എസ്കേപ്പ് വിൻഡോയിലൂടെ ആ ഒരു ബിൽഡിങ്ങിന് വെളിയിലേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു. ജോൺ അങ്ങനെ താഴെ റോഡിലേക്ക് ഇറങ്ങിച്ചാടി ധൃതിയിൽ റോഡിലുണ്ടായിരുന്ന കാറുകളെല്ലാം മറികടന്ന് ഒരുവിധം അവിടെ ഉണ്ടായിരുന്ന ഒരു ഇടവഴിയിലേക്ക് അവൻ ഓടി കയറുകയാണ്. ഇതേ സമയം ഇത് കണ്ടുകൊണ്ട് നിന്ന ഡേവിഡ് ആകട്ടെ ജോൺ ഉപയോഗിച്ച അതേ ഫയർ എസ്കേപ്പിലൂടെ തന്നെ ഊർന്നിറങ്ങി ഒരു വേസ്റ്റ് ബിന്നിലേക്ക് അവൻ ചാടി ഇറങ്ങുകയാണ്. ഡേവിഡ് അങ്ങനെ പുറകെ വെച്ച് പിടിച്ച് ആ ഒരു ഇടവഴിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ ജോണിനെ കണ്ടില്ല. അവിടെ നേരെ ഒരു ട്രക്ക് മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ ഡേവിഡ് തോക്ക് ഉപയോഗിച്ച് ആ ഒരു ട്രക്കിന്റെ അകവും സൈഡുമെല്ലാം ജോണിനെ പരിശോധിച്ചു. എന്നാൽ പെട്ടെന്നായിരുന്നു ട്രക്കിന്റെ മുകളിൽ നിന്ന് ജോൺ എന്തോ ഒന്ന് ഉപയോഗിച്ച് ഡേവിഡിനെ ഇടിച്ച് താഴേക്കിടുന്നത്. ഡേവിഡിന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ ആ ഒരു തോക്ക് എടുത്തുകൊണ്ടുവന്ന് ജോൺ ഡേവിഡിന്റെ തലയ്ക്ക് ചൂണ്ടി വെക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരുന്നു വില്യം അവിടേക്ക് ഓടി വന്നത്. ഡേവിഡിനെ വെടിവെക്കാൻ വന്ന ജോൺ അങ്ങനെ അവനെ വെടിവെക്കാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ജോൺ അങ്ങനെ രക്ഷപ്പെട്ടെങ്കിലും ഡേവിഡും വില്യം ഉടൻ തന്നെ ജോണിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഡേവിഡ് ആ ഒരു അപ്പാർട്ട്മെന്റ് തല്ലി തുറന്ന് കയറാൻ നോക്കിയപ്പോൾ വില്യം വാറന്റ് ഇല്ലാത്തത് കൊണ്ട് അത് തുറക്കാനോ അകത്ത് കയറാനോ സമ്മതിച്ചില്ല. അങ്ങനെ ഇതിന്റെ പേരിൽ രണ്ടുപേരും അവിടെ വെച്ച് വാക്കുതർക്കമാവുന്നുണ്ട്. എന്നാൽ ഡേവിഡ് ആകട്ടെ അതൊന്നും കാര്യമാക്കാതെ അവൻ തന്നെ വാതിലെ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറുകയാണ്. വാറന്റ് ഇല്ലാതെ കയറിയ ആ ഒരു ഇഷ്യൂ അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു നെയ്ബറിന് കുറച്ച് കാശ് കൊടുത്തിട്ട്
പോലീസിനെ അവർ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ ഇവിടെ അന്വേഷിക്കാൻ വന്നതെന്ന് ഒരു തെറ്റായ പരാതി അവരെ കൊണ്ട് തന്നെ ഡേവിഡും വില്ലും കൂടെ കുടിപ്പിക്കുകയാണ്. അങ്ങനെ വാറന്റ് എന്ന ആ ഒരു ഇഷ്യൂ ആ ഒരു കാര്യത്തിലൂടെ അവർ സോൾവ് ആക്കി. കയറി ചെന്നപ്പോൾ അവർ കണ്ടതാകട്ടെ ഒരു ബോക്സ് നിറയെ കുറേയേറെ ഡേഞ്ചറസ് ടൂൾസ് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നിയോൺ കളറിലുള്ള ഒരു കുരിശും, ഒരു ഡ്രോയർ നിറച്ച മരുന്നും, തൊട്ടടുത്ത് ഒരു ബൈബിളും, അവൻ നടത്തിയ കൊലകളിൽ നിന്ന് കുറേയേറെ സുവനീഴ്സും, അങ്ങനെ കുറേയേറെ കാര്യങ്ങളായിരുന്നു ആ ഒരു മുറി നിറയെ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിത്തിയിൽ ഒരു കോട്ടൊക്കെ ധരിച്ച് ഒരു സ്ത്രീയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വില്യം മറ്റൊരു കാര്യം കൂടെ കണ്ടുപിടിച്ചു. കില്ലർ അയാൾ നടത്തിയ കൊലകളെപ്പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസും വിവരിക്കുന്ന ഒരു ബുക്ക്. ഈ സമയം ഡേവിഡ് അവിടെയുള്ള മറ്റൊരു മുറിയിൽ നിന്ന് കില്ലർ നടത്തിയ ആ ഒരു കൊലകളുടെ ആ ഒരു പിക്ചേഴ്സും ഫോട്ടോയും എല്ലാം കണ്ടുപിടിക്കുകയാണ്. കൊല്ലുന്ന സമയത്തും അതിനു മുൻപുമുള്ള എല്ലാ ഫോട്ടോകളും അതിലുണ്ടായിരുന്നു. കുറച്ചങ്ങനെ അവൻ നടന്നു നീങ്ങിയപ്പോൾ അവിടെ ബാത്റൂമിൽ ഉണ്ടായിരുന്ന ടബിൽ അവൻ കണ്ടത് നേരത്തെ ഒരു റിപ്പോർട്ടർ എടുത്ത അവൻ്റെയും വില്യമിൻ്റെയും ഫോട്ടോയായിരുന്നു. അതായത് അന്ന് റിപ്പോർട്ടർ എന്ന് പറഞ്ഞ് ഡേവിഡ് അടിയുണ്ടാക്കിയ ആൾ തന്നെയായിരുന്നു യഥാർത്ഥ കില്ലർ. അവനെന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചതും ഈ ഒരു കില്ലറിനോട് തന്നെ ആയിരുന്നു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഫോറൻസിക് ടീം വന്ന് അവിടെ പരിശോധന നടത്തി. അവർക്ക് കിട്ടിയതാകട്ടെ ഒരു ബോക്സ് നിറയെ കാശും കുറച്ച് ബില്ല് മാത്രമാണ്. എന്നാൽ ഒരു ഫിംഗർ പ്രിന്റ് പോലും അവർക്ക് ആ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയില്ല. വില്യം ആ ഒരു നോട്ട്ബുക്കുകളെല്ലാം പരിശോധിച്ച് അതിലെ ഡേറ്റുകളും കൊല നടന്ന ഡേറ്റുകളുമായിട്ട് അവൻ മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. എന്നാൽ ഒരു ഡേറ്റ് പോലും അതിൽ ഒത്തുപോകുന്നില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോൺ റിങ് ചെയ്തത്. ഡേവിഡ് ഉടൻ തന്നെ ആ ഒരു ഫോൺ എടുത്തു. ഫോണിന്റെ മറുപുറം ഉണ്ടായിരുന്നത് ജോൺ ഡോ ആയിരുന്നു. താൻ ഡേവിഡിനെ അഡ്മയർ ചെയ്യാറുണ്ടെന്നും അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ഞാൻ വീക്ഷിക്കാറുമുണ്ടെന്ന് ഡേവിഡിനോട് അയാൾ പറഞ്ഞു. പക്ഷേ ഇനി ചെയ്യാൻ പോകുന്ന കൊലയെപ്പറ്റി അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വെളിവാക്കത്തില്ലെന്ന് ജോൺ ഡോ അവരോട് പറയുകയാണ്. കാരണം അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ കോള് കട്ടായതിനു ശേഷം അവർ രണ്ടുപേരും ആ മുറിയിലുണ്ടായിരുന്ന അയാളുടെ ബുക്കും നോട്ട്സും എല്ലാം പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അയാൾ പ്രീച്ച് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഈ സുവിശേഷം പ്രസംഗിക്കുന്ന അങ്ങനെ പ്രീസ്റ്റ് പോലത്തെ ഒരാളാണെന്നാണ് അവർക്ക് മനസ്സിലായത്. മാത്രമല്ല അവർ ഭിത്തിയിൽ കണ്ട ആ ഒരു സ്ത്രീയുടെ ഫോട്ടോ അതായിരിക്കും നെക്സ്റ്റ് ക്ലൂ എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ സാറ്റർഡേ ആയപ്പോൾ രണ്ടുപേരും ചേർന്ന് അവർക്ക് ആ മുറിയിൽ നിന്ന് കിട്ടിയ ആ ഒരു ബില്ലിന്റെ ലൊക്കേഷനിലേക്ക് ചെല്ലുകയാണ്. ആ ഒരു ലൊക്കേഷൻ ആകട്ടെ ഒരു ലെതർ ഷോപ്പായിരുന്നു. കടയുടെ ഓണറിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. ജോൺ ഒരു കസ്റ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് ഏതാണെന്നും അയാൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ ഉണ്ടാക്കാൻ പറഞ്ഞ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇമേജും അതും ആ ഒരു ഓണർ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരുന്നു അവർക്കൊരു എമർജൻസി അലേർട്ട് വന്നത്. അവർ ഫോട്ടോയിൽ കണ്ട ആ ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുകയാണ്. അതൊരു കൊലപാതകമാണെന്നാണ് ആ ഒരു എമർജൻസിയിൽ പറയുന്നത്. അങ്ങനെ ഉടൻ തന്നെ രണ്ടുപേരും ആ ഒരു ക്രൈം സീനിലേക്ക് ചെല്ലുകയാണ്. ക്രൈം സീൻ എന്ന് പറയുന്നത് ഒരു ക്ലബിലെ ഒരു ബേസ്മെന്റ് ആയിരുന്നു. ബേസ്മെന്റിലെ ആ ഒരു ബെഡിൽ ആ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. അതുമാത്രമല്ല ലെസ്റ്റ് എന്ന ആ ഒരു വാക്കും ആ ഒരു ബേസ്മെന്റിന്റെ ഡോറിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ബെഡിന്റെ തൊട്ട് താഴെയായിട്ട് ബെഡ്ഷീറ്റ് പുതച്ചുകൊണ്ട് ഒരാൾ അവിടെ അലർക്കാറുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു സ്ത്രീയുടെ കൂടെ ഫിസിക്കലായിട്ട് ഏർപ്പെട്ട അയാളായിരുന്നു അവിടെ പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ഇൻട്രോഗേഷനായിട്ട് ക്ലബിന്റെ ഓണറിനെയും അയാളെയും എല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. പോലീസുകാർ അങ്ങനെ ആ ഒരു ക്ലബിന്റെ ഓണറിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യവും ഒന്നും കണ്ടിട്ടില്ലെന്നാണ് അയാൾ പറയുന്നത്. അയാളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ആ ഒരു സ്ത്രീയുമായിട്ട് ഇന്റിമേറ്റ് ആയിട്ടുള്ള ആ ഒരു ബെഡ്ഷീറ്റ് ഇട്ടുന്ന അയാളോടാണ്. വില്യം ആ ഒരു ലെതർ ഷോപ്പിൽ നിന്ന് കിട്ടിയ ജോൺ ഓർഡർ ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിന്റെ പിക്ചർ കാണിച്ചു കൊടുക്കുകയാണ്. അത് നൈഫൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കോട്ട് പീസ് ആയിരുന്നു. അതായത് ലെതറിന്റെ ഒരു തുണി. അതായത് ഈ ഒരു പ്രൈവറ്റ് പാർട്സിന്റെ അവിടെ കത്ത് സൂക്ഷിക്കാനുള്ള ഒരു ലെതർ ബാഗ് പോലത്തെ ഒന്നായിരുന്നു അത്. ഇത് കാണിച്ചപ്പോൾ തന്നെ അയാൾ ആ ഒരു ബെഡ്ഷീറ്റ് ഇട്ട അയാൾ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. ഗൺ പോയിന്റിൽ നിർത്തിയിട്ടാണ് ജോൺ എന്നോട് എല്ലാ കാര്യവും ചെയ്യാൻ പറഞ്ഞത്. എനിക്ക് അത് ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. ആ ഒരു സ്ത്രീയുമായിട്ട് ഫിസിക്കലി ഇന്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നൈഫുള്ള ആ ഒരു കോട്ട് പീസ് കെട്ടിയിട്ട് വേണം ഞാൻ ഇന്റിമേറ്റ് ചെയ്യാൻ. അങ്ങനെ ഒബ്വിയസ്ലി അത് കാരണം തന്നെ ആ ഒരു സ്ത്രീയും അങ്ങനെ മരണപ്പെടുകയാണ്. നോക്കണം എത്രത്തോളം ക്രൂരമായിട്ടാണ് ജോൺ ആ ഒരു സ്ത്രീയെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചെന്ന് നമുക്കിതിലൂടെ കാണാൻ സാധിക്കും. അതായത് ജോൺ ഒരു പക്കാ സൈക്കോ കില്ലർ തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഡേവിഡ് തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഡേവിഡ് അവൻ്റെ ഭാര്യ ട്രേസിയുമായിട്ട് കുറച്ച് സമയം ചെലവഴിച്ചു. ഇതേ സമയത്ത് വില്യം ആകട്ടെ അവൻ ഉപയോഗിക്കുന്ന മെട്രോണോം എന്ന ആ ഒരു ഡിവൈസ് ദേഷ്യത്തിൽ അവൻ ഭിത്തിയിലേക്ക് വലിച്ചെറിയുകയാണ്. ഈ ഒരു കേസിനെ പറ്റിയുള്ള കാര്യം ഓർത്തിട്ട് അവൻ ഉറങ്ങാനും പറ്റുന്നില്ല. അവൻ ആ ഡാർട്ട് ബോർഡിൽ ആ ഒരു അമ്പ് ചെയ്ത് അവൻ കുറേ സമയം ചെലവഴിച്ചു. അങ്ങനെ തൊട്ടടുത്ത ദിവസം 911 ഒരു എമർജൻസി കോൾ വരികയാണ്. ജോൺ മറ്റൊരു കൊലപാതകം കൂടെ ചെയ്തിരിക്കുന്നു. ഈ തവണയും അവൻ കൊന്നത് ഒരു സ്ത്രീയെ തന്നെയാണ്. ആ ഒരു സ്ത്രീയുടെ ബോഡിയുടെ അരികിൽ തന്നെ അവളുടെ തന്നെ ബ്ലഡ് ഉപയോഗിച്ച് ആ ഒരു ഭിത്തിയിൽ പ്രൈഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മരണപ്പെട്ട ആ ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണും ഒരു ബോട്ടിൽ നിറയെ സെഡേറ്റീവുമാണ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ആ സ്ത്രീയുടെ മൂക്കിന്റെ ഒരു ഭാഗം ചോര വാർന്നു പോകുന്ന രീതിയിൽ മുറിച്ചു വെച്ചിരിക്കുകയാണ്.
അതായത് ആ സ്ത്രീക്ക് തന്നെ അവളുടെ ഡെസ്റ്റിനി തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ അവൾക്ക് ഫോൺ ഉപയോഗിച്ച് 911 വിളിച്ച് എമർജൻസിക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താം. അതും കഴിഞ്ഞില്ലെങ്കിൽ അവൾക്ക് മറ്റൊരു കയ്യിലുള്ള ആ ഒരു സെഡേറ്റീവ്സ് യൂസ് ചെയ്ത് അവൾക്ക് സ്വയം മരിക്കാം. ആ ഒരു സ്ത്രീ ആകട്ടെ അവളുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ പ്രൈഡ് അവളെ അതിന് അനുവദിച്ചില്ല. ആ ഒരു സ്ത്രീ എമർജൻസിക്ക് വിളിക്കുന്നതിന് പകരം ആ ഒരു ബോട്ടിൽ സെഡേറ്റീവ് യൂസ് ചെയ്ത് ആ ഒരു സ്ത്രീ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. അതായത് ആ ഒരു സീരിയൽ കില്ലർ നടത്തിയ കൊലപാതകത്തിൽ വിക്ടിമും അയാൾ പറയുന്ന ആ ഒരു വാക്കുമായിട്ട് നല്ലൊരു കണക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ക്രൈം സീനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ വില്യം ഡേവിഡിനോട് പറഞ്ഞു, ഈ ഒരു കേസ് തെളിയിക്കാതെ ഞാൻ റിട്ടയർ ആകാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് അവർ വെളിയിലേക്ക് ഇറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴാണ് പ്രതീക്ഷിക്കാതെ സീരിയൽ കില്ലർ ആയിട്ടുള്ള ജോൺ ഡോ അവരുടെ മുൻപിൽ കീഴടങ്ങുന്നത്. രണ്ടും കൈ പിരിച്ചുകൊണ്ട് അലറിക്കൊണ്ടാണ് അയാൾ അവിടെ കീഴടങ്ങിയത്. അങ്ങനെ ചുറ്റുമുള്ള പോലീസുകാർ അയാളെ ഓടി വന്ന് പിടികൂടി അവിടെ തന്നെ ഹാൻഡ് ചെയ്തു. ഹാൻഡ് ചെയ്തപ്പോൾ അയാൾ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, തൻ്റെ ഒരു കേസ് വാദിക്കാനായിട്ട് ഒരു ലോയറിനെ തനിക്ക് ആവശ്യമാണ്. അങ്ങനെ ഉടൻ തന്നെ ഫോറൻസിക് വന്ന് പിടികൂടിയ ജോണിന്റെ ഫിംഗർ പ്രിന്റ് എടുക്കാൻ നോക്കിയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫിംഗർ പ്രിന്റ് എടുക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ കയ്യിലെ സ്കിന്ന് തന്നെ ഛേദിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഇവനെ പിടികൂടിയപ്പോഴും വില്യമിനും ഡേവിഡിനും മനസ്സിലൊരു സംശയമുണ്ടായിരുന്നു. അത്രയും പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിലേക്ക് അവൻ പിടി കൊടുക്കത്തില്ല. പക്ഷെ എന്തിനായിരിക്കും അവൻ ഇങ്ങനൊരു കാര്യം ചെയ്തത്? ഏതായാലും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ജോണിനെ മുറിയിലേക്ക് കയറ്റുകയാണ്. ജോണിന് വേണ്ടി നിൽക്കാനായിട്ട് ഒരു ലോയർ അവൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ലോയറുമായിട്ട് സംസാരിച്ച് ജോൺ ഒരു കാര്യം അവർ രണ്ടുപേരോടുമായിട്ട് പറയുകയാണ്. പോലീസുകാരുമായിട്ട് എനിക്കൊരു ഡീൽ വെക്കാനുണ്ട്. ഞാൻ കൊന്നിട്ടുള്ള ബാക്കി 2 പേരുടെ ബോഡി അത് എവിടെയാണെന്ന് ആ 2 പോലീസുകാർക്ക് മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇതായിരുന്നു ജോൺ മുൻപിൽ വെച്ച ഡീല്. എന്നാൽ പോലീസുകാർ ആ ഒരു ഡീലിന് കൂട്ടാക്കാനോ നിന്നില്ല. ഈ ഒരു ഡീല് നിന്നില്ലെങ്കിൽ കോടതിയിൽ ഞാൻ ചെയ്ത കുറ്റങ്ങളെല്ലാം ഞാൻ ഏറ്റുപറയും. പക്ഷേ അതിനൊപ്പം തന്നെ എനിക്ക് മെന്റൽ ഡിസോർഡർ ആണെന്ന് തുറന്നു പറയും. അതുവഴി കുറെയൊക്കെ കേസിൽ നിന്ന് ഞാൻ ഊരിപ്പോരും. ഇനിയിപ്പോൾ ഈ ഒരു ഡീൽ അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത എല്ലാ ക്രൈമിനും ഞാൻ തന്നെ കുറ്റം ഏറ്റെടുത്തോളാം. കോടതിയുടെ മുൻപിൽ കുറ്റക്കാരൻ താൻ തന്നെയാണെന്ന് തുറന്നു പറഞ്ഞോളാമെന്ന് ജോൺ അങ്ങനെ ഒരു ഡീൽ വെക്കുകയാണ്. അവസാനം വില്യം ഡേവിഡും ഈ ഒരു ഡീലിന് കൈ കൊടുക്കുകയാണ്. പക്ഷേ വില്യമിന് ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞിട്ടുള്ള ഇനി കണ്ടുപിടിക്കാനുള്ള 2 ബോഡികൾ അത് അവൻ കൊന്ന ആൾക്കാരുടെ ബോഡി തന്നെയാണെന്ന് അവന് സംശയമായിരുന്നു. അപ്പോഴായിരുന്നു ഡിസ്ട്രിക്ട് അറ്റോർണി ഒരു ലാബ് റിസൾട്ട് ആയിട്ട് അവരുടെ അടുത്തേക്ക് വന്നത്. ജോൺ കീഴടങ്ങിയപ്പോൾ അവന്റെ ഷർട്ടിലുണ്ടായിരുന്ന ആ ഒരു ബ്ലഡ് സ്റ്റെയിനുകൾ അത് ആ കാണാതായ 2 പേരുടെ ചോരക്കറകൾ തന്നെയാണ്. അതായത് അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ സത്യമാണ്. അതുകൊണ്ട് മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് 2 ഡിറ്റക്റ്റീവ്സും ആ ഒരു ഡീല് അംഗീകരിക്കുകയാണ്. ഡെഡ് ബോഡിയുള്ള ആ ഒരു സ്പോട്ടിലേക്ക് ആ 2 പോലീസുകാരെ മാത്രമേ അയാൾ കൊണ്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും അവർ ഒരുക്കങ്ങൾ തുടങ്ങി. അവർ 2 പേരുടെയും ജസ്റ്റിൽ ഒരു മൈക്രോഫോൺ ആ പോലീസുകാരെല്ലാം വെച്ചു പിടിപ്പിച്ചു. പുറത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാപ്റ്റൻ മീഡിയയ്ക്ക് അഭിമുഖം കൊടുക്കുകയാണ്. മീഡിയയുടെ മുൻപിൽ കേസിനെ പറ്റിയും ജോണിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് ആ 2 ഡിറ്റക്റ്റീവ്സും ജോണിനെ കുട്ടി ജോൺ പറഞ്ഞ ആ ഒരു സ്പോട്ടിലേക്ക് കാറിൽ പോകുന്നത്. ഇവരെ ഫോളോ ചെയ്ത് ഒരു ഹെലികോപ്റ്ററും കൂടെ വരുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു യാത്രക്കിടയിൽ വില്യം ജോണിനെ പറ്റി അവന്റെ കാര്യങ്ങൾ അവനോട് ചോദിക്കുകയാണ്. എന്നാൽ ജോൺ അവനെ പറ്റി ഒരു കാര്യം തുറന്നു പറഞ്ഞില്ല. നിങ്ങൾ ഡിറ്റക്റ്റീവ്സ് എന്നെപ്പറ്റി അന്വേഷിക്കുന്നതിന് പകരം ഞാൻ തന്ന ആ ഒരു വർക്ക് നിങ്ങൾ ഫിനിഷ് ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വർക്കല്ല, അതല്പം സ്പെഷ്യൽ വർക്കാണെന്നാണ് ആ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ജോൺ ആ ഡിറ്റക്റ്റീവ്സിനോട് പറഞ്ഞത്. വില്യം ആകട്ടെ ജോണിന്റെ ആ ഒരു വിശ്വാസങ്ങളും അവന്റെ റിലീജിയസ് ബിലീഫും എല്ലാം അവൻ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം ഒരു മറയായിട്ട് ഉപയോഗിച്ചു എന്ന് വാദിച്ചു പറയുകയായിരുന്നു. എന്നാൽ ജോൺ ആകട്ടെ മറുപടി പറഞ്ഞത് താൻ ചെയ്ത കൊലപാതകങ്ങൾ അതൊന്നും തന്നെ ഒരു കുറ്റമല്ല എന്നായിരുന്നു. കാരണം ഞാൻ കൊന്നിട്ടുള്ളവരിൽ ഒരാൾ പോലും ഇന്നസെന്റ് അല്ല. ആ ഒരു 7 മാരക പാപങ്ങൾ, ഡെഡ്ലി സിൻസ്, അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തവരെ മാത്രമാണ് ഞാൻ കൊന്നിട്ടുള്ളത്. എന്തിനേറെ ഓവർ വെയിറ്റ് ആയിരിക്കുക എന്നതുവരെ ഒരു പാപമായിട്ടാണ് ജോൺ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒബിസിറ്റി എന്ന കണ്ടീഷനുള്ള ഒരാളെയും അയാൾ കൊന്നത്. യാത്രക്കിടയിൽ പല കാര്യങ്ങൾ പറഞ്ഞും ജോൺ ഡേവിഡിനെ ടോണ്ട് ചെയ്യാറുണ്ടായിരുന്നു. അതും ഇതും ഓരോ കാര്യങ്ങൾ പറഞ്ഞും അവന്റെ ഫാമിലിയെ പറ്റി കാര്യങ്ങൾ അന്വേഷിച്ചെല്ലാം വല്ലാണ്ട് അവൻ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടു നിന്ന ഡേവിഡ് ആട്ടെ നല്ല രീതിയിൽ ജോണിനോട് തിരിച്ച് മറുപടിയും പറയുന്നുണ്ട്, ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വണ്ടിയോടി കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ എത്തുകയാണ്. കുറേയേറെ ടവറുകൾ നിൽക്കുന്ന ആ ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജോൺ വണ്ടി നിർത്താൻ പറഞ്ഞു. ജോൺ അങ്ങനെ വണ്ടിയിൽ നിന്നിറങ്ങി ആ ഒരു ഡെഡ് ബോഡിയുള്ള ആ ഒരു ലൊക്കേഷനിലേക്ക് 2 പേരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അകലെ നിന്നൊരു കാർ ചീറിപ്പാഞ്ഞു പോകുന്നത് വില്യം ശ്രദ്ധിച്ചത്. വില്യം ആകട്ടെ ആ ഒരു വണ്ടി തടഞ്ഞു നിർത്താനായിട്ട് അതിന്റെ പുറകെ വെച്ചു പിടിച്ചു. ജോൺ ഓടി രക്ഷപ്പെടാതിരിക്കാനായിട്ട് ഡേവിഡ് ആകട്ടെ ജോണിന്റെ അടുത്ത് തന്നെ നിന്നു. വില്യം അങ്ങനെ അവന്റെ വണ്ടി എടുത്ത് ആ വാൻ ഓടിച്ചുകൊണ്ട് വന്ന ആളെ ചേസ് ചെയ്ത് ആ വണ്ടിക്ക് കുറുകെ നിർത്തുകയാണ്. അങ്ങനെ വണ്ടിയിൽ നിന്നിറങ്ങി തോക്കും കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ ഒരു വാനിന്റെ ഡ്രൈവറെ വില്യം പുറത്തിറക്കുകയാണ്. എന്നാൽ ആ ഒരു ഡ്രൈവർ ആകട്ടെ വല്ലാണ്ട് ഭയന്ന് വരണ്ടിരിക്കുകയായിരുന്നു. താനൊരു കുറ്റം ചെയ്തിട്ടില്ലെന്നും ഡേവിഡ് എന്ന് പറയുന്ന ആ ഒരു ഡിറ്റക്റ്റീവിന് അയാൾക്കൊരു ഡെലിവറി ആയിട്ട് താൻ വന്നതാണെന്ന് മാത്രമാണ് അയാൾ പറഞ്ഞത്. അയാൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ടപ്പോൾ വില്യമിന് യഥാർത്ഥത്തിൽ സംശയവും ആശ്ചര്യവുമാണ് തോന്നിയത്. വില്യം അങ്ങനെ അവന്റെ ഐഡിയും കാര്യവും പരിശോധിച്ചതിന് ശേഷം അവനോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പറഞ്ഞു.
അവൻ ആ ഒരു വാനിന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടെങ്കിലും വില്യം പറഞ്ഞത് വെച്ച് ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന കുറച്ച് പോലീസുകാർ അവനെ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വില്യം ആ ഒരു വണ്ടിക്കകത്തുണ്ടായിരുന്ന, അതായത് ഡേവിഡിന് കൊടുക്കാനായിട്ടുണ്ടായിരുന്ന ആ ഒരു ഡെലിവറി ബോക്സ് തുറന്നു നോക്കുകയാണ്. ബോക്സ് തുറന്ന ഉടനെ തന്നെ അതിലെ കാര്യം കണ്ട വില്യം പെട്ടെന്ന് ഞെട്ടിയായിരുന്നു. യഥാർത്ഥത്തിൽ വില്യം പെട്ടെന്നൊന്ന് ഷോക്കായി പോവുകയായിരുന്നു. വില്യം അകലെ നിന്ന് തന്നെ ഡേവിഡിനെ കൈ ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോൺ ചില കാര്യങ്ങൾ ഡേവിഡിനോട് തുറന്നു പറയാൻ തുടങ്ങി. ഡേവിഡ്, നിങ്ങളെ ഞാൻ നന്നായിട്ട് അഡ്മയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ലൊരു പോലീസുകാരനാണ്. മറ്റൊരു പോലീസുകാരന്റെ സഹായത്തോടെ നിങ്ങളെപ്പറ്റിയുള്ള കുറേയേറെ ഇൻഫോർമേഷൻസ് അത് ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു നടക്കുന്ന ട്വിസ്റ്റ്, അതായത് ഈ കഥയുടെ അവസാനത്തെ ട്വിസ്റ്റ് എന്താണെന്ന് ജോൺ ഡേവിഡിനോട് പറയുകയാണ്. നിങ്ങളുടെ ഭാര്യ ട്രേസി, അവളെയും ഞാൻ കുറെ കാലമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവസാനമായി ട്രേസിയെ കണ്ട് അവളുടെ തല വെട്ടി ആ ഒരു തലയാണ് ആ ഒരു ബോക്സിലുള്ളത്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഡേവിഡ് പെട്ടെന്നൊന്നും പേടിച്ചു വരണ്ടുപോയി. ഡേവിഡ്, നിങ്ങളുടെ ഈ ഒരു സിറ്റിയിലുള്ള നിങ്ങളുടെ ഒരു പോലീസ് ജീവിതം അത് ട്രേസി നന്നായിട്ട് അസൂയപ്പെട്ടിരുന്നു. എൻവി, അതായത് അസൂയ, ആ ഒരു പാപം കാരണമാണ് ഞാൻ അവളെ കൊന്നത്. ആ ഒരു കാര്യം ഒരു കൂസലില്ലാതെയായിരുന്നു ജോൺ ഡേവിഡിനോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഏതായാലും എന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ എന്നെ ഇവിടെ വെടിവെച്ച് കൊല്ലാമെന്ന് ജോൺ ഡേവിഡിനോട് പറയുകയാണ്. ഡേവിഡ് എങ്ങനെ തോക്കെടുത്ത് കൊല്ലാൻ വന്നപ്പോഴാണ് അവന്റെ അടുത്തേക്ക് വില്യം ഓടി വന്നത്. ബോക്സിനകത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് വില്യം തുറന്നു പറയുന്നില്ലായിരുന്നു. അവൻ പറയാതിരുന്നപ്പോൾ തന്നെ ഡേവിഡിന് കാര്യം മനസ്സിലായി, ട്രേസിയുടെ തലയാണ് ആ ഒരു ബോക്സിലുള്ളതെന്ന്. ഇത്രയേറെ കാര്യം കാണിച്ചു കൂട്ടിയതും പറഞ്ഞിട്ട് ജോൺ മറ്റൊരു കാര്യം കൂടെ ഡേവിഡിനോട് പറയുകയാണ്. ട്രേസിയെ കൊന്നപ്പോൾ അവൾ പ്രഗ്നന്റ് ആയിരുന്നു. ആ ഒരു കാര്യം തുറന്നു പറഞ്ഞപ്പോൾ അത് കേട്ട വില്യം ആകട്ടെ ജോണിനെ മുഖത്തടിക്കുകയാണ്. നിലത്തേക്ക് വീണ ജോണിന്റെ തല നോക്കി ഡേവിഡ് അവന്റെ തോക്ക് ഉപയോഗിച്ച് പലവട്ടം അവനെ വെടിവെച്ചു കൊന്നു. ഡേവിഡ് അങ്ങനെ അവന്റെ വേദന തീരുവോളം, അവന്റെ പക തീരുവോളം അവനെ വെടിവെച്ചു കൊല്ലുകയാണ്. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും അവിടേക്ക് പോലീസുകാർ വന്ന് ഡേവിഡിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ജോണിനെ കൊന്നു എന്ന കുറ്റത്തിലാണ് പോലീസുകാർ ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ വില്യവും ആ ഒരു ഫോഴ്സിൽ നിന്ന്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഈ ഒരു കഥയുടെ അവസാനത്തിൽ ആ ഒരു 7 ഡെഡ്ലി സിൻസ്, 7 മാരക പാപങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോരുത്തരെയും സീരിയൽ കില്ലർ ആയിട്ടുള്ള ജോൺ കൊല്ലുകയാണ്. അതിന്റെ കൂടെ തന്നെ അവസാന വിക്ടിമായിട്ടുള്ള ട്രേസിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഡേവിഡ് തന്നെയാണ് ജോണിനെ ഇവിടെ കൊല്ലുന്നത്.